മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ. വാഹന മലയാളം. വാഹനങ്ങളുടെ വിപണി, വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട് മലയാളത്തിലുണ്ടായിട്ടുള്ള പദങ്ങളും ശൈലികളും ചേർന്ന സവിശേഷ ഭാഷാവ്യവഹാരമാണ് വാഹന മലയാളം. ഒരു കാലത്ത് ഇംഗ്ലീഷിൽ മാത്രം ഉണ്ടായിരുന്ന വാഹന മാസികകൾ ഇന്ന് മലയാളത്തിലും പ്രസിദ്ധീകരിക്കാൻ സാധ്യമായ വിധത്തിൽ നമ്മുടെ ഭാഷ സജ്ജമായിട്ടുണ്ട്. ആംഗല പദങ്ങളെയെല്ലാം തൽഭവങ്ങളാക്കാതെ അവയെ തൽസമങ്ങളായി നിലനിർത്തി ഉപയോഗിക്കുന്നു എന്നതാണ് വാഹന മലയാളത്തിൻ്റെ പ്രത്യേകത. ഗിയറും ബ്രേക്കും മിററും സീറ്റ് കവറും എഞ്ചിനും ക്ലച്ചും സ്റ്റിയറിങ്ങും ടയറും ട്യൂബും ബോണറ്റും ഡിക്കിയും സൈലൻസറും മാത്രമല്ല, സിഗ്നലും ലൈസൻസും റിവേഴ്സും സർവീസും സിസിയും എല്ലാം ഇന്ന് മലയാളത്തിൻ്റെ ഭാഗമായി. മാസികകളേക്കാൾ വാഹന മലയാളം ഇന്ന് വ്ളോഗർമാരിലൂടെയാണ് സാധാരണക്കാരിലേക്ക് എത്തുന്നത്. അവരൊക്കെ ഔപചാരിക ഭാഷയോട് വിമുഖത കാട്ടുന്നവരുമാണ്. മികച്ച പ്രകടനം എന്നതിനേക്കാൾ കിടിലൻ പെർഫോമൻസ് എന്ന് പറയാനാണ് അവർക്ക് താൽപ്പര്യം. അതാണ് വാഹന മലയാളത്തിൻ്റെ കരുത്തും. വാഹനവുമായി ബന്ധപ്പെട്ട ശൈലികളും ഇന്ന് മലയാളത്തിൽ പ്രചരിക്കുന്നുണ്ട്. ജീവിതം ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് പ്രയോഗിക്കുന്നത് ഉദാഹരണമാണ്. ബ്രേക്ക് ഇടുക എന്ന് വാഹനങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രമല്ല, മനുഷ്യൻ്റെ കർമ്മരംഗങ്ങളുമായി ഇണക്കിയും പ്രയോഗിക്കാറുണ്ട്. ഇടുക്കി ഭാഷയിൽ കാലുകൊടുക്കൽ ഒന്നാം ഗിയറിൽ കയറ്റം കയറുന്നതിനെ സൂചിപ്പിക്കുന്നു. പൊതുഗതാഗത സംവിധാനങ്ങൾ, ചരക്കുവണ്ടി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് സവിശേഷ പ്രയോഗങ്ങളും മലയാളത്തിലുണ്ട്. KSRTC ബസ്സിനെ ആനവണ്ടി എന്ന് വിശേഷിപ്പിക്കുന്നതും ബസ്സിലെ സഹായിയെ കിളി എന്ന് സംബോധന ചെയ്യുന്നതും ഉദാഹരണമാണ്. ഇലക്ട്രിക് ട്രെയിൻ വന്നിട്ടും തീവണ്ടി സമയം എന്ന് പറയാനാണ് നമുക്ക് പഥ്യം. തമിഴ്നാട്ടിലെ ചരക്ക് ലോറിയെ പാണ്ടിലോറി എന്ന് പണ്ട് മുതലേ നാം വിശേഷിപ്പിക്കാറുണ്ട്. ബസ്സും ലോറിയും കൂട്ടിയിടിച്ചാണ് പാണ്ടിലോറി ഉണ്ടാകുന്നത് എന്നുള്ളത് പഴയകാല വിദ്യാലയമിത്താണ്. വലിയ വാഹനം കേടാകുന്നതിനെ കട്ടപ്പുറത്തായി എന്ന പ്രയോഗത്തിലൂടെ അവതരിപ്പിക്കാനാണ് മലയാളിക്ക് താൽപ്പര്യം. ഓട്ടം പോവുക, വെട്ടിക്കുക, സൈഡാക്കുക, നിരങ്ങുക, മിന്നുക തുടങ്ങിയവയെല്ലാം നിരത്തിൽ പ്രയോഗിക്കുന്ന വാഹന മലയാളമാണ്. വാഹനങ്ങളുടെ പ്രകടനത്തെപ്പറ്റിയുള്ള വിവരണങ്ങളിൽ ഇന്ധനക്ഷമത, നിരത്തിലെ കരുത്തൻ, കരിമ്പുലി, പറക്കുന്ന കൊട്ടാരം തുടങ്ങി ആംഗലപദരഹിതമായ പ്രയോഗങ്ങളും മലയാളത്തിലുണ്ട്. ലിംഗപദവിയുമായി ബന്ധപ്പെട്ട സങ്കല്പനങ്ങളും വാഹന മലയാളത്തിന്റെ ഭാഗമാണ്. വാഹനങ്ങളുടെ രൂപകൽപ്പനയിൽ അവനും അവളും എല്ലാമുണ്ട്. എങ്കിലും ആണധികാരത്തിൻ്റെ മേൽക്കോയ്മ വാഹന മലയാളത്തിലെ ഭാഷാ മാതൃകകളിൽ കാണാവുന്നതാണ്. റോഡിലെ അത്യാഹിത യാത്രകളെ ആണിൻ്റെ സാഹസികതയുമായി ഇണക്കാനാണ് പത്രക്കാരും താൽപ്പര്യപ്പെടുന്നത്. വാഹന മലയാളത്തിൻ്റെ പ്രത്യേകത അത് നിരന്തരം പുതുക്കപ്പെടുന്നു എന്നതാണ്. GPS പോലെയുള്ള നെറ്റ്വർക്ക് സംവിധാനത്തിനും അപ്പുറം അഡാസ് സാങ്കേതിക വിദ്യ വ്യാപിക്കുന്ന ഇക്കാലത്ത് V2V പോലെയുള്ള പുതിയ പല പ്രയോഗങ്ങളും മലയാളത്തിലും ഇനി അങ്ങോട്ട് സാധാരണമാകും. വാഹനവും തമ്മിലുള്ള ആശയവിനിമയമാണ് V2V എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.